ഹണിയുടെ മാച്ച് കാണാൻ ടിക്കറ്റ് എടുത്തേ, മുകളിൽ മതി. ഞാൻ പറയുന്നത് മാത്രമാണ് ഞാൻ കൊടുക്കാറുള്ളത്. ഞാൻ പറയാത്തത് എന്താണോ അതും ഞാൻ കൊടുക്കാറുണ്ട്. കാരണം കൊടുത്തില്ലെങ്കിലേ അച്ഛൻ എന്നെ വഴക്ക് പറയും. പിന്നെ ഹണിയുടെ മാച്ചും കാണാൻ സമ്മതിക്കില്ല. ഞാൻ ഹണിയുടെ ഏറ്റവും വലിയൊരു ഫാനാണ്. ഞാനും അദ്ദേഹത്തിന്റെ ഒരു ഫാനാ. ഞാൻ പോയി മാച്ച് കണ്ടിട്ട് വരാം. ഓ അതിരിക്കട്ടെ, തന്നെ പുറന്തോടെ അവിടെ പോയി. അത് വിറ്റ് കിട്ടിയ കാശ് കൊണ്ടല്ലേ ഞാൻ ഈ ടിക്കറ്റ് വാങ്ങിയത്. മാത്രമല്ല എന്റെ കയ്യിൽ വേറെ കാശും ഇല്ലായിരുന്നു. ആ ഹണിയുടെ വലിയ ഫാനാ ഞാൻ. ഓ ഓ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ലൈറ്റും ക്യാമറയും ആക്ഷനും ഒക്കെ നന്നായിരിക്കുന്നു. ഹണി ഗോളടിച്ചു കഴിഞ്ഞാൽ കോർണറാണെങ്കിൽ പോലും കഥക് ചെയ്യും ഞാൻ, കഥക് ഡാൻസ് ചെയ്യും ഞാൻ, കഥക് ഡാൻസ് ചെയ്യും ഞാൻ, കഥക് ഡാൻസ് ചെയ്യും കേരളത്തിൽ കാലവർഷത്താൽ മാനം കറുത്തു. ഹണിയുടെ സ്വപ്നം തകർത്തത് പോട്ടെന്ന് വെക്കാം. ഇപ്പതാ മൂക്കും തകർത്തു. അടി കൈ. ഹണി, നീ ഇവിടെ അവധിക്കാലം അടിച്ചു പൊളിക്കാൻ വന്നാണോ ചുമ്മാ കിടന്ന് ഉറങ്ങാൻ വന്നതാണോ? സ്വപ്നത്തിന്റെ കൂടെ മാറിയതേ എന്റെ മോന്തര ഷേപ്പും കൂടിയാ. ഇപ്പൊ ശരിയാക്കി തരാം ഞാൻ. നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് തടയാൻ നോക്ക്. ഞാൻ ഇപ്പൊ ഗോളടിച്ച് കാണിച്ചു തരാം. ഞാൻ ഗോളടിച്ചേ, ഞാൻ ഗോളടിച്ചേ. അടിച്ചു പൊളിച്ചു തിമിർത്തു. ബണി, നീ ജയിച്ചല്ലോ. പക്ഷെ ഗോൾ പോസ്റ്റിൽ ഗോളടിച്ചത് ഞാനല്ലേ? നീ ബണിയുടെ കോട്ടിലേക്കാണ് ഗോൾ അടിച്ചത്. ഒരു കളിയാകുമ്പോ ജയവും തോൽവിയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതൊക്കെ ഇത്ര വലിയ കാര്യമൊക്കെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടിച്ചു പൊളിച്ചു തിമിർത്തു. കണക്കിൽ വീക്കായ ഉഴപ്പൻ കണക്ക് പഠിക്കുന്ന പോലെയാണ് ഈ ഹണിയുടെ ഫുട്ബോൾ കളി. അങ്ങനെയൊന്നും അല്ല. കഴിഞ്ഞ പ്രാവശ്യം ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടേ ഞാൻ ഒരുപാട് ഗോൾ അടിച്ചായിരുന്നു. അതറിയാമോ? എത്ര ഗോളാ നീ അടിച്ചത്? ടോട്ടൽ 7 ലഡുവാ ഞാൻ ഗോളായിട്ട് അടിച്ചത്. പിന്നെ ഫുട്ബോൾ ബേക്കറിയിൽ ജിലേബി ഉണ്ടായിരുന്നു. ഞാൻ ഫുട്ബോളിന്റെ ഗോളാടാ പറഞ്ഞത്. നോക്ക്. ബോൾ ഇത്രയും ശക്തിയിൽ അടിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? വാ, നമുക്ക് പോയി ആ ബോൾ അന്വേഷിക്കാം. ഇപ്പൊ ഏതായാലും 2 കളിയായി. ഫുട്ബോളും അതിന്റെ കൂടെ ഒളിച്ചു കളിയും. കൊള്ളാം. നിങ്ങളും കഴിക്കേ കഴിക്കേ കഴിക്കേ. അത് ശരി, 3 പ്രാവശ്യം പറഞ്ഞിട്ട് കിട്ടിയത് ആകെ ഒരു ബിസ്ക്കറ്റ്. ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പോയൊന്ന് നോക്കട്ടെ. ടേ ടേ. അതെ, 8 കളിക്കുട്ടാ, താഴെ വീഴാതെ സൂക്ഷിക്കണേ.
അങ്ങേക്ക് എന്റെ കാര്യത്തിൽ എന്ത് ശ്രദ്ധയാ? പക്ഷെ ഇതിങ്ങനെ 3 പ്രാവശ്യം പറയുന്നത് എന്തിനാ? ഞാൻ ജനിച്ചത് മലമുകളിലല്ലേ, അതുകൊണ്ട് ശബ്ദത്തിൽ എക്ക കയറി വരുന്നതാ. അയ്യോ, കൈ മാത്രം അടിക്കരുത്. അതെന്താ അങ്ങനെ? കൊതുക് കൈയിന്റെ ഇടയിൽ പെട്ടുപോയേക്കാം. കാം കാം കാം. ഈ ബിൽ ബിൽ എന്ന് വെച്ചാ എന്താ? അയ്യോ, അത് ഞാനല്ല, കൊതുകാണ് പറഞ്ഞത്. ചേട്ടാ, എനിക്ക് തന്ന ലക്ഷറി ഫ്ലാറ്റ് കൊള്ളാം. 4 നിലയുണ്ട്. അടിപൊളി. ബാഗ് കാലിയായി തിരിച്ചു തന്നേക്കണേ. എനിക്കിതിൽ താമസിക്കാനാ കൂടുതൽ ഇഷ്ടം. ഓക്കേ. ആ, ഇനി ഇവിടെ ഇരിക്കുന്ന പണമെല്ലാം കൊണ്ട് ബാങ്കിലിട്ടേക്കാം. ഇതുകൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി നല്ലൊരു ആശുപത്രി പണിയും. ആഹാ, ഇത്രയും പണവും സ്വർണ്ണവും ഇത് അടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചു നാളത്തേക്ക് എനിക്ക് അടിച്ചു പൊളിക്കാമല്ലോ. ഈ കാര്യം വേഗം പോയി ആശാനോട് പറയാം. ഞാൻ പോയിട്ട് വരാം കൂട്ടുകാരേ. അപ്പൊ ശരി. കാറ്റ് വന്നു കല്ലനെ പോലെ കാട്ടുമുല്ലയ്ക്ക്. അയ്യോ, എന്റെ വിക. അയ്യോ, എന്റെ വിക. അയ്യോ, എന്റെ അമ്മച്ചിയെ. ക്രിസ്മസ് ആവുന്നതിന് മുമ്പ് നക്ഷത്രങ്ങൾ എത്തിയോ? അയ്യോ, എന്റെ അമ്മച്ചിയെ. അയ്യോ, ഇതാരാ ശിക്കാരി ശമ്പൂരെ പോലെ തൊപ്പി വെച്ച് നടന്നു പോകുന്നത്? എന്റെ ആശാനെ, ആ പോകുന്ന ആളുടെ കയ്യില് ഒരുപാട് മണിയുണ്ട്. മണിയാല ഇയാളുടെ പെങ്ങളാ? അയ്യോ, ആ മണിയല്ല, പണം. ഓഹോ, അത് ശരി, മണി. അതിനുള്ളിൽ ഒരുപാട് പണമുണ്ട്. നമ്മൾ ആ ബാഗ് അടിച്ചു മാറ്റും, പിന്നെ കുറെ നാളുകൾ അടിച്ചു പൊളിക്കും. ആരോ എന്നെ പിന്തുടരുന്നുണ്ടെന്നാ തോന്നുന്നേ. നോക്ക്, അയാൾ ഓടുന്നുണ്ട്. വിടരുന്നവനെ പിടിക്കവനെ. പിടിക്കേ. അവിടെ അഥവാ ആ പണം നമുക്കുള്ളതാണെങ്കിൽ ആ പണം താഴെ വീഴും. വീഴട്ടെ. വീഴ്ത്തിയിട്ടുണ്ട്. എടോ, തന്നോടാണോടാ വീട്ടാ പറഞ്ഞത്? മനുഷ്യന്റെ തലയും തല്ലി പൊളിച്ച്. വിടരുത്. അല്ല, അയാളിതോടെ പോയി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ആശാനെ, ദേ നോക്കി, അയാളോട് റെസ്റ്റിംഗ് ആയല്ലോ. കണ്ടോ? പക്ഷെ എനിക്കാകെ ബോളിംഗ് മാത്രമേ അറിയൂ. ഞാൻ ബോൾ എറിഞ്ഞിട്ട് ആരും ഇതുവരെ ഔട്ട് ആയിട്ടില്ല. റെസ്റ്റിംഗ്, വിശ്രമിക്കാനാണ് പറഞ്ഞത്. ഓ, സിറ്റിംഗ് മീൻസ് റെസ്റ്റിംഗ്. നാശം, നീ ഇടക്കിടക്ക് ഇത് എങ്ങോട്ടായി പറന്നു പോകുന്നത് കിളിയെ പോലെ? ഇത്ര നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഇയാളിത് എങ്ങോട്ടായി പോയത്? കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ തന്നെ ബന്ധപ്പെടും. ഈ കള്ളന്മാരുടെ കയ്യിൽ ഞാൻ പെടുന്നതിന് മുമ്പ് ഈ ക്യാഷ് എനിക്ക് ബാങ്കിൽ എത്തിക്കണം. കിട്ടിയോ? ഇല്ല. പോയി ഇല്ല. ഇതിലും ഭേദം വീട്ടിൽ തന്നെ ഇരിക്കുന്നതായിരുന്നു. ഇതിപ്പോ ഫുട്ബോളിന്റെ ഒപ്പം ഒളിച്ചുകളി കൂടെ കളിക്കേണ്ട അവസ്ഥയായല്ലോ. സംശയമുണ്ടോ? എടാ, അതാ നോക്ക്, നമ്മുടെ ഫുട്ബോൾ. നമുക്ക് പോയി എടുക്കാം, വാ. സൺഡേ, എന്റെ അടുത്തേക്ക് പാസ് ചെയ്യടാ. ശരി പണ്ടേ, അതാ പിടിച്ചോ. മാറി നിൽക്കേ. വെനസ്ഡേ സൂക്ഷിച്ച്. ഞാൻ ജൂലിയാണ്. ആഴ്ച കഴിഞ്ഞു പോയതുകൊണ്ട് ഞാൻ നേരെ മാസത്തിലേക്ക് വന്നു. അപ്പൊ ഇത് ആഗസ്റ്റ് ആയിരിക്കും.
ഇത് 2020 ഡേ വർഷത്തിന് തീരെ പോവാണ്. ഓരോന്നും ഒന്ന് സംസാരിച്ചോണ്ടിരിക്കുക. നിങ്ങൾ സത്യത്തിൽ അനാക്കൊണ്ടയുടെ കുഞ്ഞുങ്ങളാണോ അതോ അന കലണ്ടറിന്റേതാണോ? എല്ലാരും കളിക്കുന്നുണ്ടല്ലോ, ഇവൻ മാത്രം എന്താ ഫുട്ബോൾ കളിക്കാത്തത്? അവന് ഫുട്ബോൾ കളിക്കാൻ താല്പര്യമില്ല. പാമ്പുക്കോണിയും കളിക്കാൻ അവന് ഭയങ്കര ഉത്സാഹമാണ്. 99 ചീറ്റും. ആ ചീറ്റല്ലേ മുകളിൽ പോയതൊക്കെ തട്ടപ്പെട്ടാന്ന് താഴേക്ക് വീഴും. അതെ അത് എന്റെ ബോളാ, ഇങ്ങനെ തിരിച്ചു തന്നേക്ക്. ഫുട്ബോൾ വേണോ അല്ലേ? പിടിച്ചോ. അവസരം തേടിയ വെള്ളി കാലിന്റെ അടുത്ത് തന്നെ കമിതടിച്ചു വീണു. ഇനി ഈ ബാഗ് എനിക്ക് സ്വന്തം. ഇല്ല ഇല്ല ഇല്ല. ബാഗും പോയി, എന്റെ ബോധവും പോയി. അയ്യാ, ഇനി ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ വിവരം അറിയാൻ പറഞ്ഞേക്കാം. മനസ്സിലായോ? വേഗം സ്ഥലം വിട്ടോ ഇവിടുന്ന്. കാലം പോയൊരു പോക്കെ ഇപ്പൊ എല്ലാവർക്കും പറക്കാവുന്നുള്ളൊരു അവസ്ഥയിലായി. എന്നെ രക്ഷിക്കണം. എന്റെ പുറകെ 2 കള്ളന്മാരുണ്ട്. അല്ല, ആ കള്ളന്മാരെന്തിനാ നിങ്ങളുടെ പുറകെ വരുന്നേ? എന്നെ ഒന്ന് രക്ഷിക്കണം. പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാം. യാം യാം. എന്നാ ശരി, ഞങ്ങളുടെ കൂടെ പോരെ. എനിക്ക് നിങ്ങളുടെ സഹായം അത്യാവശ്യമാണ്. കൊറോണ ഇപ്പൊ രാജ്യം മൊത്തം വ്യാപിച്ചതിന് നമ്മൾ എന്ത് ചെയ്യാനാ? അല്ല, നിങ്ങൾ ഈ ഇടയ്ക്ക് നീണ് എന്ന് പറഞ്ഞ് മണിയടിക്കുന്ന എന്തിനാ? അടികൈ. ഞാൻ മലമുകളിലാ താമസം, അതുകൊണ്ടാ ഈ എക്കോ കോ കോ. എനിക്ക് ചിരി വന്നില്ലെങ്കിലും ആരെങ്കിലും ഇങ്ങനെ തമാശ പറഞ്ഞാൽ ഈ ശബ്ദം പുറത്ത് വരും. നിങ്ങളെ കണ്ടിട്ട് നല്ലവരാണെന്ന് തോന്നുന്നു. ഈ ബാഗ് നിങ്ങളുടെ കയ്യിൽ വെക്കണം. ലൈറ്റ് ആൻഡ് സൗണ്ടിലാണോ നിങ്ങക്ക് ജോലി? നല്ല എക്കോ ഉണ്ടല്ലോ. നല്ലവരാണെന്ന് തോന്നിയതുകൊണ്ട് നിങ്ങളുടെ ബാഗ് ഞങ്ങൾക്ക് തന്നു. അതേത് സ്കീമാ മാർക്കറ്റിൽ പുതിയതായിട്ട് ഇറങ്ങിയത്? ഇതിന് നിധിയുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാ. ഇതുകൊണ്ട് ഇവിടെയുള്ള ജീവജാലങ്ങൾക്കെല്ലാം നല്ലത് ചെയ്യണം. അതായത് മുഴകളില്ലാത്ത ഒട്ടകത്തിന് മുഴകൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. കരടികൾക്കായി സലൂൺ, പശുക്കൾക്ക് സ്വന്തമായി ഡയറി ഫാം. ഇനി എത്ര നടന്നു വെച്ചാൽ മനുഷ്യരവരെ ചൂഷണം ചെയ്യുക. ബാക്കി കൂടി പാടുന്നേ. പിന്നെ ഒരു കാര്യം, ഈ ബാഗ് എന്റെ അടുത്ത് വളരെ സേഫ് ആയിരിക്കും. സാറ് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. വേണ്ടി വരും, തീർച്ചയായും ടെൻഷൻ അടിക്കേണ്ടി വരും. ഇനി ഈ ബാഗ് ഹണിയുടെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ ടെൻഷൻ അടിച്ച് മരിക്കേണ്ടി വരും. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ അവർക്ക് എന്നെ എളുപ്പത്തിൽ പിടിക്കാനാവും. ഞാൻ പോയി പോലീസിനെ വിളിച്ചുകൊണ്ട് വരാം. അതുവരെ നിങ്ങൾ എന്റെ ബാഗ് ഒന്ന് സൂക്ഷിച്ചോളണേ. ഓക്കേ. വാ, നമുക്ക് ഈ ബാഗ് എവിടെയും കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കാം. അതെ അതെ, വേഗം വാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ റൈറ്റിലോട്ട് പോവാം. ആശാൻ ലെഫ്റ്റ് അടിച്ചോ? ലെഫ്റ്റ് അടിക്കാനോ? ഞാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലും ഇല്ല, പിന്നെ എങ്ങനെ ലെഫ്റ്റ് അടിക്കും? എന്റെ ആശാനെ ലെഫ്റ്റ് ഇടത്തോട്ട് പോകാനാ പറഞ്ഞേ. ഓ, അത് ശരി, അങ്ങനെ. ഇയാളിത് എങ്ങോട്ടായി പോയത്? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. എന്റെ അമ്മച്ചി, ദേ പോകുന്നയാള്. അയ്യോ, കാല രക്ഷിക്കണേ. ആശാനെ, ഇവിടെ കിടന്ന് ഉറങ്ങുവാടാ. വേഗം എഴുന്നേക്ക്, വിശ്രമിക്കാൻ പിന്നെ എഴുന്നേക്ക്. ഒരു കാര്യം പറയട്ടെ, തടീനെ ഞാനിപ്പോ കണ്ടായിരുന്നു. അയാൾ സിറ്റിയിലേക്കാ പോയത്. അയാളോട് എത്തുന്നതിന് മുമ്പ് നമുക്ക് അയാളെ പിടിക്കണം. എന്നിട്ട് വേഗം ബാഗ് കൈക്കലാക്കണം. ഇളിച്ചോണ്ട് നിൽക്കാതെ വേഗം വരാൻ നോക്ക്. അതാ, അയാളാണ് ഓടിപ്പോകുന്നത്.
ഇപ്പൊ പിടികിട്ടി. നിങ്ങൾ രണ്ടുപേരും വീണ്ടും വന്നോ? നോ നോ, വീണ്ടും കയ്യിൽ നിന്ന് പോയി. ഇത് അയാളെ പിടിച്ചിട്ട് തന്നെ കാര്യം. കൂട്ടുകാരെ, നമ്മുടെ നേരെ അറ്റാക്ക് ഉണ്ടായിരിക്കുകയാണ്. വേഗം സ്കെച്ച് ഇട്ടോ. വേഗം വേഗം. അവന്മാരെ വെറുതെ വിടരുത്. കൂട്ടുകാരെ, അറ്റാക്ക്! മേലാലി പരിസരത്ത് കണ്ടുപോകരുത്. പൊക്കോ. എന്റെ അമ്മോ, ഇനി എനിക്ക് വയ്യ. കടയിൽ പോയിട്ട് അടിപൊളി കൂൾ ഡ്രിങ്ക്സ് കഴിക്കണം. എന്റെ അമ്മച്ചി, ഞാൻ ആടിയല്ല ഉദ്ദേശിച്ചത്. അടിപൊളി കൂൾ ഡ്രിങ്ക്സ്. ആശാനെ കുലുക്കിയ സർവത്തില്ലേ, അതിനെ കുറിച്ചാ പറഞ്ഞത്. അതാണോ മിക്കാനും ചന്ദ്രനെ വെട്ടിയടിച്ച് ഫ്രൈ ആക്കിയത്? ആദ്യം പടമുള്ള ബാഗ്, എന്നിട്ട് മതി നിന്റെ കുലുക്കി സർബത്ത്. അത് ശരി, അയാൾ ആ പടപടക്കുന്ന ബാഗ് ദാ ഇവന്മാർക്കാണ് കൊടുത്തത്. അത് മര്യാദയ്ക്ക് തന്നേക്ക്. ഇല്ല. ജോർദാറേ, ആ ബാഗ് പിടിക്ക്. എടാ, ബാഗ് എറിയുന്നതിന് മുമ്പ് ഒന്ന് പറയാമായിരുന്നില്ലേ? ഹണി, ക്യാച്ച് പിടിക്കേ. എടാ പോപ്പട്ടെ, ബാഗ് പിടിക്കേ. എടാ, ഇത്രയും ഭാരമുള്ള ബാഗ് ഞാൻ താങ്ങില്ല. അത് പിടിക്കാൻ നിന്നാ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ താങ്ങിയെടുക്കേണ്ടി വരും. പിന്നെ ഐഡിയ, ബാഗും കൊണ്ട് 4 വഴിക്ക് ഓടാം. അപ്പൊ അവർക്ക് കൺഫ്യൂഷൻ ആകും. പിന്നെ ഞാനിങ്ങോട്ട് ഓടും. ഒരു കാര്യം ചെയ്യാം, നേരെ തന്നെ പോവാം. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. പണമടങ്ങിയ ബാഗേ ഹണിയുടെ കയ്യിലായിരിക്കുന്നേ. എത്രയും പെട്ടെന്ന് തിരിച്ചു പോണം. അഥവാ ഇവരെന്നെ പേടിയാണെങ്കിൽ ഇവരെന്നെ തിരിഞ്ഞു നോക്കിയിരിക്കും. തിരിയടാ, തിരിയടാ, തിരിയ. എടാ, അവ തിരിഞ്ഞു നോക്കിയടാ. നാശം, ഇനി തിരിക്കാൻ പറയരുത്. അയ്യോ ആശാനെ. എടാ, ഞാനിവിടെ കുടുങ്ങിപ്പോയി. പോടാ, പോയി അവരെ പിടിയടാ. ഈ ബാഗ് ഏതായാലും കുഴിക്കാതെ തൊളിപ്പിച്ചു വെക്കാം. ആവു, ഇപ്പൊ ബാഗ് വളരെ സേഫാണ്. അപ്പം ബാഗ് ഒളിപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ്. വേഗം ചെന്ന് ആശാനോട് പറയാം. സിഗ്നൽ ചുവപ്പാണ്. പച്ചയാകുന്നതിന് മുമ്പ് മാറ.
അല്ല ഈ ചോപ്പെന്ന് വെച്ചാ ആരാ? ഇനി കറുപ്പിന്റെ അനിയനോ ചേട്ടനോ മറ്റോ ആണോ? ഇനി അതല്ലെങ്കിൽ ഉപ്പിന്റെ റിലേഷൻ ആണോ? അല്ല ഞാനിത് എവിടാ? ഈ സ്ഥലം ഏതാ? ശരി, അതൊക്കെ ഏതായാലും അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഏറ്റവും വലിയ ചോദ്യം ഞാൻ ആരാണെന്നാണ്. അല്ല ഈ ഞാൻ ആരാ ഞാൻ? ഇപ്പൊ ഓർമ്മ വന്നു. അതായത് ഈ ഞാനേ വലിയൊരു സാമ്രാജ്യത്തിന്റെ മഹാരാജാവാണ്. രാജാവോ? ഹണി, നിനക്കൊന്നും പറ്റില്ലല്ലോ. ഏത് ഹണി? ഇവിടെ ഈ ചുറ്റുവട്ടത്തൊന്നും തേങ്കൂട് കാണുന്നില്ലല്ലോ. ഈ ഞാൻ ആരാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി ഞാൻ മഹാരാജാവ് വല്ലതാണോ? നിങ്ങൾ എന്റെ പ്രജകളാണോ? എന്നെ വെറുതെ മണ്ടരാക്കാൻ നോക്കണ്ട. രാജാവോ? എടാ ഹണി, നീ ഇപ്പൊ വീട്ടിൽ പാൽ കുടിക്കുന്ന പാത്രം പോലും ചളുങ്ങിയതാ. അപ്പഴാ ഒരു രാജാവ്. വീട്ടിൽ വെച്ച് യോഗ ചെയ്യാൻ വേണം നല്ല ഒന്നാം തരം പുൽപ്പായ്. കാർ ഇടിച്ച ശേഷം ഹണിയുടെ ഓർമ്മ മൊത്തം പോയി. അടി കൈ. അല്ലൊരു സംശയം, ഈ കാർന്ന് വെച്ചാ എന്താ? ഇപ്പൊ മനസ്സിലായോ? ഇതിനെയാണ് കാർ എന്ന് പറയുന്നത്. അത് ശരി, ഇപ്പോഴല്ല മനസ്സിലായത്. ഒരു രാജാവ് വന്നിരിക്കുന്നു. ഓരോരുത്തർ രാവിലെ മനുഷ്യനെ മെനക്കെടുത്താൽ ഇറങ്ങിക്കോണം. അറിയാതെ എഴുന്നേറ്റ് പോവാൻ നോക്കണേ. അതാ പാറയിൽ കൊണ്ടിടിപ്പിച്ച് വേഗം പൊട്ടിച്ചെടുക്കാൻ നോക്ക്. ഈ പണ്ടാല പൊട്ടി പോകുന്നില്ലല്ലോ. എന്റെ മരം താൻ നശിപ്പിച്ചു കളഞ്ഞല്ലേ, ഇപ്പൊ ശരിയാക്കി തരാം. ഞാൻ രക്ഷപ്പെട്ടു. എടാ, ആ പണം കിട്ടിക്കഴിഞ്ഞാൽ ഇതേ സിമ്പന്റ് കൊണ്ട് തന്നെ വീട് വെക്കാം. കാരണം ഇപ്പോഴത്തെ വീട് വളരെ മോശമാണ്. കാരണം ഞാൻ വീട്ടിൽ ചെന്ന് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഫാൻ എവിടെ നിൽക്കുകയും വീട് കിടന്ന് കറക്കുകയാണ് ചെയ്യുന്നത്. നമ്മളവനെ പിടിക്കാൻ വല വിരിക്കും. എങ്ങനെയുണ്ട്? സാധാരണ വല വിരിച്ച് കള്ളന്മാരെ പിടിക്കുന്നത് പോലീസല്ലേ? എന്റെ അമ്മോ, എന്റെ പൊന്നു ആശാനെ, ഞാനൊരു ഉപമ പറഞ്ഞതാണ്. നമുക്കവന്മാരെ കൈയോടെ പിടിക്കാൻ വേണ്ടി വലിയൊരു പ്ലാൻ ഉണ്ടാക്കാം. എന്തായാലും എന്റെ കയ്യിൽ അതിനെ പറ്റി നല്ലൊരു ഐഡിയ ഉണ്ട്. നീ സിം എടുത്തോ, എന്നിട്ട് ഇവിടെ ഫോൺ വെറുതെ നിന്റെ അടുത്ത് വരുമ്പോ ഇടയ്ക്കിടയ്ക്ക് വൈബ്രേഷൻ. എന്റെ ആശാനെ, ഐഡിയ ഒരു വഴി ഉണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ പണമുള്ള ബാഗ് എത്രയും വേഗം നമ്മുടെ കയ്യിലെത്തും. ഓക്കേ. എടാ ഹണി, നീ ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കിയേ. എന്റെ അനിയ, ഇയാളുടെ ഓർമ്മ പോയിരിക്കുക. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ ബാബയുടെ ആളാണ്. ഞങ്ങളിൽ നിന്ന് ഒന്നും മറക്കാനാകില്ല. ഇപ്പോൾ ചന്ദ്രനിൽ നടക്കുന്നത് പോലും ഞങ്ങൾക്ക് സൂം ചെയ്ത് പറയാനാകും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറ, ആ ഭാഗത്ത് എന്താ ഉള്ളേ? ആ ഭാഗത്ത് 4 സ്ത്രീകൾ ഇരിപ്പുണ്ട്. ആഹാ, ഇദ്ദേഹം പറഞ്ഞത് ശരിയാണല്ലോ. ഇയാള് പറയുന്ന ബാബാജി വലിയ ആളെന്നാണ് തോന്നുന്നത്. നാടോടുമ്പോ നടുവേ ഓടണമെന്നുള്ള പഴഞ്ചൊല്ലി കാരണവന്മാർ പറഞ്ഞ് നന്നായിട്ട് അറിയാം. എന്നാ പിന്നെ ഇവരുടെ ബാബാജിയെ തന്നെ ഒന്ന് കണ്ടുകളയാം. അടി കൈ. ആ കാണുന്നതാണ് ബാബാജിയുടെ ഗുഹ. അങ്ങനെ ഇന്നത്തെ ഇരകൾ ഇതാ വീട് കഴിഞ്ഞു. ബാബ, ടാർഗറ്റ് അപ്രോച്ചിങ് ഗുഹ. ബാബയെ കാണാൻ അതാ ആൾക്കാർ വന്നിരിക്കുന്നു. ബാബ വലിയ ധ്യാനത്തിലാണ്. 2 വർഷമായി തലകീഴായി കിടന്നുള്ള തപസ്സിലാണ്. അതെ, ഹണി എന്നൊരു വത്സൻ ബാബയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പറയൂ നമ്മുടെ ബാബ. അയ്യോ, അതല്ല. പറയൂ നമ്മുടെ ബാബ. പറയൂ നമ്മുടെ ബാബ. നീ എന്തിനാ അവനെ തല്ലുന്നേ? ഒരു കാര്യം തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നാല് ആർക്കായാലും ദേഷ്യം വരില്ലേ? എടാ, അതൊരു വവ്വാലാണ്. പറയുന്നതൊക്കെ തലതിരിവായിരിക്കും. കറക്റ്റ് ഉദാഹരണം പറഞ്ഞാൽ നിന്നെ പോലെ. ഓം ക്രീം ക്രീം മക്രീം ഐസ്ക്രീം അവരെനിക്ക് വേണ്ടി ജയ് വിളിച്ചതാണ്. മനസ്സിലായോ വത്സ? ബാബ, ഇവന്റെ ഓർമ്മശക്തി പോയിരിക്കുകയാണ്. ഉടനെ എന്തെങ്കിലും ചെയ്യണം. പുലി പുലി പുലി. അത് ശരി, പുളി വേണമല്ലേ? അതിരിക്കട്ടെ, ഏത് പുളിയാ വേണ്ടേ? പുലിയിലോട്ട് നോക്ക്, പുലി വരുന്നു. ഞാൻ
ഓടാൻ പോവുകയാണ്. ഇല്ലെങ്കിൽ അവനെ പരവതാനി പോലെ പിഴിഞ്ഞിവിടെ വിരിക്കും. അയ്യോ നമ്മള് കുടുങ്ങി. മുന്നിലെ ഭിത്തിയാണ്, പുറകിലാണെങ്കിൽ പുലിയാണ്. ഇപ്പൊ കുറെ നാൾക്ക് ശേഷം എനിക്ക് എന്റെ മുത്തശ്ശിയെ ഓർമ്മ വരുന്നു. അടി കൈ. മോളിലൊരു ഹോളുണ്ട്, നമുക്ക് മുകളിലോട്ട് കയറാം. എന്നെ പൊന്നു വിളിച്ചേട്ടാ, ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. ഞങ്ങൾ നിങ്ങളുടെ റിലേഷൻ തന്നെയാണ്. നമ്മൾ അകന്ന ബന്ധത്തിലുള്ളതാണ്. നമ്മളെന്താ പുതിയതായിട്ട് ഓട്ട മത്സരം നടത്തുവാണോ? ഏതവനാണ് പുറത്ത് ചവിട്ടിയത്? മനസ്സമാധാനായിട്ടൊന്ന് നീന്താൻ പോലും സമ്മതിക്കില്ല. വലിയ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല ബണി, പോപ്പട്ടെ, സോർദാറെ, നമ്മളെല്ലാരും ഈ കാട്ടിൽ വന്ന് എന്തെടുക്കുക? നാട്ടില് ജൂൺ മാസത്തിലെ നല്ല മഴ കിട്ടുന്നേ. ഹണിയുടെ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയെന്നാ എനിക്ക് തോന്നുന്നേ. അടി കൈ. എന്ന് വേഗം പറ, ആ പണമടങ്ങിയ ബാഗ് നീ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ആ ഓർമ്മ വന്നു. വാ എല്ലാരും എന്റെ പുറകെ വാ. എന്റെ അമ്മച്ചി, ആ ബാഗ് ഞാൻ ഇവിടെയാണല്ലോ ഒളിപ്പിച്ചത്. ഇപ്പൊ അത് എങ്ങോട്ടാ പോയത്? കൂട്ടുകാരെ, ദേ നോക്കിയ ഒരു സ്വർണ്ണ തൂവല്. അല്ല, ഈ തൂവല കള്ളന്റെ കൂടെയുള്ള പക്ഷിയുടെ അല്ലേ? അതെ, ഇതാ സ്വർണ്ണ പക്ഷിയുടെ തന്നെയാ. ആ പക്ഷിക്ക് തൂവല് പിന്നെ കൊടുക്കാന്നേ. ആദ്യം നമുക്ക് പോയി ആ ബാഗ് അന്വേഷിക്കാം. ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇടയ്ക്ക് വിവേകം കൂടി വേണം. എടാ ഹണി, ഇതിന്റെ അർത്ഥം ആ ബാഗ് കള്ളന്മാരുടെ പക്കലെന്നാണ്. വാ നമുക്ക് പോയി ആ കള്ളന്മാരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. എന്തോരം സ്വർണ്ണങ്ങളായി! ഇത് ലക്ഷങ്ങളല്ല, കോടികളുണ്ട്, കോടികൾ. നമ്മൾ രണ്ടുപേരും കോടീശ്വരന്മാരെ. ചേട്ടാ, ഒരു സ്വർണ്ണ കളറിലുള്ള പക്ഷിയെ കണ്ടായിരുന്നു? ചേട്ടാ, സ്വർണ്ണ കളറിലുള്ള പക്ഷിയെ കണ്ടായിരുന്നോ? അതെ, ഞാൻ കണ്ടായിരുന്നു. എവിടെ വെച്ചാ കണ്ടത്? നോക്കി, ഞാൻ ഈ സ്വർണ്ണ പക്ഷിയെ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ചേട്ടാ, നിങ്ങൾ ഈ സ്വർണ്ണ പക്ഷിയെ മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയും കടത്തായില്ല. അവിടെയും ഞാൻ നോക്കി കണ്ടില്ല. എന്നൊരു കാര്യം ചെയ്യാം, വാ നമുക്ക് ആ വഴി പോയി നോക്കാം. ആ മഞ്ഞക്കിളി എങ്ങോട്ടേക്കായിരിക്കും പോയത്? ഇനി എവിടെ ചെന്ന് അന്വേഷിക്കും?
ഇടാ കൊരങ്ങ, ആ തൂവൽ എനിക്ക് തിരിച്ചാ. വേണമെങ്കിൽ ഇങ്ങോട്ട് കയറി ഒന്ന് വാങ്ങിച്ചോ. നിന്റെ പേരെന്താ? ആകാശ്. ഇപ്പൊ ശരിക്കും ആകാശത്തുള്ള നക്ഷത്രം കണ്ടില്ലേ നീ? ഇത്രയും കട്ടിയുള്ള ചപ്പാത്തിയോ? ഇതെങ്ങനെ ജയിലിൽ കിട്ടിയിരുന്നെങ്കിൽ പൂട്ട് പൊളിച്ച് പുറത്തു ചാടാൻ എളുപ്പമായിരുന്നു. എന്റെ ആശാനെ ഞാനൊന്ന് കഴിച്ചോട്ടെ. ഇവിടെ ഒന്നും കുടിക്കില്ല, ഒരു തുള്ളി വെള്ളം കിട്ടില്ല. എന്റെ അമ്മോ, കുഴിക്കാനല്ല കഴിക്കാൻ. ഈറ്റിംഗ് കേട്ടിട്ടില്ലേ? ഈറ്റിംഗ് ഷുഗർ നോ പപ്പ. പോപ്പട്ടെ, എടാ അകത്തുണ്ട്. സ്വർണ്ണ പക്ഷിയെ കിട്ടിയെന്നാണ് തോന്നുന്നത്. വേഗം വാ. ഇപ്പൊ പണടങ്ങുന്ന ബാഗ് നമ്മൾ എങ്ങനെ എടുക്കുക? ആ കള്ളന്മാരത് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഒരു വഴിയുണ്ട്. വേണ്ട വേണ്ട, എല്ലാവരും മര്യാദക്ക് മാറി നിന്നോ. ആരും തൊട്ട് പോരുത്. മഞ്ഞ ബോഡിയും ചുവന്ന ചുണ്ടുവോ? ഇപ്പൊ കണ്ടല്ലേ ഏതോ രാജ്യത്തിന്റെ പതാകയാണെന്നേ പറയുള്ളൂ. പക്ഷേ എന്നാലും ഇത് പെർമനന്റ് കളർ തന്നെയല്ലേ? എടാ, ഇത് ടെമ്പററി കളറാണ്. ചിലപ്പോ ഒന്ന് പേടിപ്പിച്ചു കഴിഞ്ഞാ മഞ്ഞ കളർ ചിലപ്പോ കൂടിയെന്ന് വരും. അവരെ കുറിച്ചുള്ള വിവരം കിട്ടിയോ? അവർ രണ്ടുപേരും പഴയ വീട്ടിലുണ്ട്. പോപ്പട്ടെ, പോയവന്റെ അന്യനായിട്ട് അഭിനയിച്ച് എല്ലാ വിവരങ്ങളും ചോർത്തിക്കൊണ്ട് വാ. ഗുഡ് ഐഡിയ, ഗുഡ് ഐഡിയ. എന്റെ ചേട്ടാ, എന്റെ ചേട്ടാ, എന്റെ ചേട്ടാ, എന്റെ ചേട്ടാ, എന്റെ ചേട്ടാ, എന്റെ ചേട്ടാ, ചേട്ടൻ എങ്ങോട്ടാ പോയത്? ചേട്ടാ, ഞാൻ ചേട്ടന്റെ അനിയനാണ്. അയ്യോ, ഒണിയനും ടൊമാറ്റോ ഒന്നും അല്ല, അനിയനാ. നിന്റെ സ്വന്തം അനിയൻ. കുട്ടിക്കാലം മുതലേ ചേട്ടനെ കാണാനില്ല. ഞാൻ ചേട്ടന്റെ ഈ തുവല് കൊണ്ട് നാട് മുഴുവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഒരു പക്ഷെ ഈ തുവല് ഇനി നിന്റെ തന്നെയാണോ? അപ്പൊ സൈക്കിൾ ഹാൻഡിലും തൂവല് മുളയ്ക്കോ? എന്റെ ഹാൻഡിൽ കയ്യിലെ തൂലാണെന്നാണ് പറഞ്ഞത്. നിന്നെ കാണാൻ എന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. ഓക്കേ, നീ എന്റെ അനിയനാണെന്നുണ്ടെങ്കിൽ മുളകൊന്ന് തിന്നു കാണിക്കേ വേഗം. അത് പിന്നെ മുളകൊന്നും ഇവിടെ കിട്ടില്ലല്ലോ. ഇവിടെ മൊത്തം കരിമ്പ് കൃഷിയല്ലേ. വേണമെങ്കിൽ ഞാൻ കുറച്ച് കരിമ്പ് കഴിച്ച് കാണിക്കാം. ഇനി ഒന്ന് തിന്നേ കാണട്ടെ. വെരി ഗുഡ്. എനിക്ക് നീ മുളകെന്ന് പറയുന്ന അത്ര വലിയ ഇഷ്ടമൊന്നും അല്ല. നീ ശരിക്കും എന്റെ ഒനിയൻ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഒന്നായിരിക്കുന്നു. വാ, നമുക്കിനി കളിക്കാം. ട്രൂത്ത് ആൻഡ് ഡിയർ. പറയേ, ട്രൂത്ത് ആൻഡ് ഡിയർ. ഓഫ് കോഴ്സ്, ഡർ.
അപ്പോ ഡിയർ ഇതാണ്, നീ എന്തെങ്കിലും ഒരു സത്യം എന്നോട് പറയണം. കഴിഞ്ഞ ഒരു ദിവസത്തെ ഏറ്റവും വലിയ സീക്രട്ട് പറയണം. അത് ഞാൻ പറയാം. അതായത് ഞങ്ങളുടെ കയ്യിൽ ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിൽ നിറയെ പണവും സ്വർണവും ഉണ്ട്. ഞങ്ങളെ അതൊക്കെ ലൈബ്രറിയിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? അല്ല, ആ ലൈബ്രറിയുടെ മുമ്പിലായിട്ട് ഒരു വലിയ ഹോട്ടലുണ്ട്. അത് ശരി, അപ്പൊ ഹോട്ടലിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അല്ലല്ല, അവിടുന്ന് 5 കിലോമീറ്റർ അകലെ ഒരു മേള നടക്കുന്നുണ്ട്. അവിടെ ഒളിപ്പിച്ചിട്ടുണ്ടാവില്ല. അല്ലല്ലല്ല, അവിടെ തന്നെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് മാപ്പ്. സൂക്ഷിച്ചു വെച്ചേക്കണേ. എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ്. അയ്യോ, ഇതെന്താ? ഇത് മുഴുവൻ പെയിന്റ് ആണല്ലോ. ചതി, ചതി, cheating. ആശാനെ എഴുന്നേക്ക്. കണ്ടുപിടിച്ചു. അവൻ എന്റെ ട്രസ്റ്റ് ഇല്ലാണ്ടാക്കി. അയ്യോ, എന്റെ ആശാനെ, ആ ട്രസ്റ്റ് അല്ല. ട്രസ്റ്റ്, വിശ്വാസം. എന്റെ വിശ്വാസം ഇല്ലാണ്ടാക്കി. അവനെ പിടിക്കണം. നീ കാര്യം വ്യക്തമായിട്ട് പറ. ആരാ ഇല്ലാതാക്കിയത്? ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. ആശാനെ, ഒരു തത്ത എന്റെ അനിയനായിട്ട് വേഷം കെട്ടി വന്നു. എന്നിട്ട് എന്നെ പറ്റിച്ച ഭൂപടവുമായി അവൻ കടന്നു കളഞ്ഞു. എന്റെ ട്രസ്റ്റ് ഇല്ലാണ്ടാക്കി. എന്റെ ഇമോഷനിൽ കയറി പിടിച്ച് പറ്റിച്ച് കടന്നു കളഞ്ഞു. അവരെ പണം മുഴുവൻ പോലീസ് ഏൽപ്പിച്ച് ഹീറോ ആയി മാറും. നോക്ക്, നമ്മൾ അവന്മാരെ ഒരിക്കലും വെറുതെ വിടരുത്. ആ മരം കൊണ്ട് പോയെന്ന് നമുക്ക് നോക്കാം. ഈ അടയാളം വെച്ച് നോക്കുമ്പോ പണം അവിടെ ഉണ്ടാകാനാണ് സാധ്യത. എന്നാ വാ, പോവാം. ഈ മാപ്പ് വെച്ച് നോക്കുമ്പോ ആ മരത്തിന് താഴെയാവും സ്വർണ്ണവും പണവും ഉള്ളത്. ആ ബാഗ് ഇവിടെയുണ്ട്. ബാഗ് കിട്ടി. ബാഗ് നിങ്ങളുടെ കിട്ടി. പക്ഷെ അധിക നേരം നിങ്ങളുടെ ബാഗ് ഉണ്ടാവില്ല. കാടം വരുന്നേ, വേടം വരുന്നേ. ഇവിടെ ഒരു മാടനുണ്ട്. ഞാൻ പാടിയതല്ല, ഈ കള്ളന്മാരുടെ കാര്യം പറഞ്ഞതാ. കൂട്ടുകാരെ, ഈ ബാഗ് അവന്മാരുടെ കൈ പെടരുത്. ഓടിക്കോ. അഥവാ ബാഗ് അവന്മാരുടെ കയ്യിൽ തരാൻ സാധ്യത ഉണ്ടെങ്കിൽ അവന്മാരാണ് തിരിഞ്ഞു നോക്കിയിരിക്കും. തിരിച്ചു ലോഡ് ഇറക്കി. എന്തിനാണ് കാലമാരെ എന്റെ തലയിലോട്ട് ഇവിടെ ലോഡ് ഇറക്കുന്നത്? ഇനി എന്തായാലും മിണ്ടിയാലുണ്ടല്ലോ, ആശാന്റെ വായിൽ ഞാൻ ഷൂട്ടപ്പ് ചെയ്യും. പറഞ്ഞേക്കാം. ഷൂട്ടോ? എന്റെ അമ്മച്ചി ഷോട്ട് ഷട്ടപ്പ് ചെയ്യുമെന്നാ പറഞ്ഞത്. അവന്മാരെ പിടിക്കാം. പിടിക്കേ, വേഗം പിടിക്കേ, വേഗം. എടോ, എന്നെ ഇടിച്ച് ചമ്മന്തിയാക്കിട്ട് ചിരിക്കുന്നു. എപ്പോ ചിരിയൊക്കെ തെരഞ്ഞു. പിടിക്കേ. നീ അങ്ങോട്ട് പോയി നോക്ക്, ഞാൻ ഈ വഴി പോയി നോക്കാം. ഓക്കേ. ബൈ ബൈ. അയാളിങ്ങ് താഴെ എത്തുന്നതിന് മുമ്പ് നമുക്ക് എവിടെയെങ്കിലും പോയി ഒളിക്കാം. വേഗം വാ. ഒരു കാര്യം ചെയ്യാം, ആ കറങ്ങുന്ന റൈഡിന്റെ മുകളിൽ പോയി ഒളിച്ചു കഴിഞ്ഞാൽ അവന്മാർ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കൂല. ഒരു BMW, പിന്നെ വീട് നിറച്ച് ചോക്ലേറ്റ്, പിന്നെ അങ്ങ് സുഖിക്കണം. നീ എന്തുവാടാ ഈ പറയുന്നത്? നമ്മളിപ്പോ കൊറേ ഉയരത്തിലല്ലേ, അപ്പൊ ദൈവം അടുത്തെവിടെങ്കിലും തന്നെ കാണും. എന്നാ എന്തെങ്കിലും വരം ചോദിക്കാന്ന് വിചാരിച്ചിട്ടാ. അറിയാത്ത പിള്ള ഇന്ന് ചൊറിയുമ്പോ അറിയും. മോഷ്ടിച്ചതാരായാലും എന്റെ അമ്മോ അവർക്ക് കിട്ടുന്നത് ഇടിയും. അടികൈ.
അയ്യോ അയ്യോ അതെ ചേട്ടാ, ഒരു റൗണ്ട് കൂടി ബാക്കിയുണ്ട്. എടാ നമ്മൾ ഈ റൈഡിൽ കളിക്കാൻ വന്നതല്ല. വേഗം ബാഗ് എടുക്കാൻ നോക്ക. എന്റെ അമ്മച്ചി, എങ്ങനെയെങ്കിലും എനിക്ക് മെറിഗോ റൗണ്ട് ഒന്ന് നിർത്തണമല്ലോ. അവന്മാർക്കിട്ടേ ഒരു 8ന്റെ പണി ഞാനിപ്പോ കൊടുക്കാം. അയ്യോ എന്റെ അമ്മച്ചിയെ, വീട്ടിലേക്കുള്ള തക്കാളിയാ എല്ലാം നശിപ്പിച്ചു. നിന്നെ ഇങ്ങോട്ടാ പോയത്? മറ്റവന്മാരോടെ കാണുന്നില്ലല്ലോ. കൂട്ടുകാരെ, ഒരു ഐഡിയ ഉണ്ട്. അവന്മാർക്ക് ബാഗല്ലേ വേണ്ടത്, നമുക്ക് കൊടുത്തേക്കാം. പാണ്ഡ സാറേ പറയൂ ബണ്ണി. മേളയിൽ കുറെ കള്ളന്മാര് ബാഗ് അടിച്ചു മാറ്റാൻ വന്നിട്ടുണ്ട്. സാർ പെട്ടെന്നൊന്ന് വരണം. ഇവിടെ ബാഗ് ഒരാൾ കളഞ്ഞു പോയെന്ന് കംപ്ലൈന്റ് തരാൻ വന്നിട്ടുണ്ട്. ഇത് അയാളുടെ ബാഗ് ആയിരിക്കും. ഞാൻ വേഗം അയാളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാം. ഇനി ഏതായാലും ഞാൻ എന്റെ പണി തുടങ്ങട്ടെ. പിടിക്കവനെ. എന്നെ കൊല്ലല്ലേ, ഞാൻ പറയാം. നിങ്ങൾക്ക് പണം അടങ്ങുന്ന ബാഗല്ലേ വേണ്ടത്? അതാ അവിടെയുണ്ട്. അടിപൊളി, നമ്മൾ കോടീശ്വരന്മാരായടാ, കോടീശ്വരന്മാരായി. അയ്യോ, ഇതിലെന്താ കല്ലുകളോ? ചതി വഞ്ചന. എവിടെയാണ് കള്ളൻ? അവരൊരു ബാഗ് മോഷ്ടിച്ചു. എന്തോന്നു ചൂ? നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ശബ്ദത്തിൽ എക്കോ ഉണ്ട്, അതുകൊണ്ടാ. എന്റെ പണമെല്ലാം അവരുടെ കയ്യിലാണ്. വെറുതെ കൺഫ്യൂഷൻ ആക്കരുത്. ആണോ അതോ അല്ലയോ? അതെ, അവരുടെ കയ്യിൽ തന്നെയാണ്. അവന്മാരുടെ കയ്യിലില്ല, അത് നമ്മുടെ കയ്യിലുണ്ട്. ദാ പിടിക്ക് ബാഗ്. അത് ഡ്യൂപ്ലിക്കേറ്റ് ബാഗാ. ഇതാണ് സാറിനെ ഓടിച്ച പേരും കള്ളന്മാര്. കോൺസ്റ്റബിൾ, അവന്മാരെ വേഗം പിടിക്ക. അല്ല, ഞാൻ ഒറ്റയ്ക്കാണല്ലോ വന്നത്. എങ്കിൽ ഞാൻ തന്നെ പിടിക്കാം. എനിക്കിനി എല്ലാ ജീവജാലങ്ങളെയും സഹായിക്കാൻ കഴിയും. അതും നിങ്ങൾ കാരണമാണ്. എന്താണ്? എന്ത് കാര്യമാണ്? ഉള്ള കാര്യങ്ങളൊക്കെ സാറിപ്പോ പറഞ്ഞതാണ്.